നിയമത്തിൻ്റെ മുന്നിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. കുറ്റം ആര് ചെയ്താലും കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് എല്ലാ സ്ത്രീകൾക്കും പാഠമാകണം. കേസിൽ അറസ്റ്റിലായ പ്രതി ഷിംജിതയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് 21 ദിവസമാണ്. ഒടുവിൽ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിൽ വൈകാരികമായാണ് ദീപകിൻ്റെ അമ്മ പ്രതികരിച്ചത്. ഷിംജിതയ്ക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഷിംജിത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. 21 ദിവസമായി ജയിലിലാണെന്നും ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ടതില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഷിംജിതയുടെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ പ്രതിയുടെ വാദം അംഗീകരിച്ച കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. മാസത്തിൽ 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളുമുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ശ്രീജയും പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം സുഷമയുമാണ് ഹാജരായത്. എല്ലാ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി. മറ്റുപാധികളൊന്നുമില്ല. പിന്നെ 2 ആൾജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഉപാധി കൂടിയുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ പ്രോസിക്യൂട്ടർ വളരെയധികം എതിർത്ത ഒരു ജാമ്യാപേക്ഷയായിരുന്നു ഇത്. ദീപകിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും എഡിറ്റഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിൽ വൈകാരികമായാണ് ദീപകിന്റെ അമ്മയുടെ പ്രതികരണം. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ഷിംജിതയ്ക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഈ പെണ്ണ് വേണിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ. ഈ പെണ്ണ് കള്ളത്തി എന്റെ കുട്ടീന്റെ കാലനായിട്ട് കേറിയതില് എന്റെ കുട്ടീനെ കൊണ്ടുപോകാനായിട്ട് ഈ പെണ്ണ് വേണം. എന്നിട്ട് കുട്ടി അറിഞ്ഞിട്ടും കൂടിയില്ല. ഈ പെണ്ണ് ഫോട്ടോ എടുത്തതൊന്നും കുട്ടി അറിഞ്ഞിട്ടില്ല. എന്റെ മോൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതും കുട്ടികളെ കുറച്ച് ധൈര്യമുള്ള മക്കളാണ് പിടിച്ചു നിൽക്കുക. പക്ഷെ എന്റെ കുട്ടി അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റാ. ആരോടൊന്നിനും ചെയ്യാനും പോകില്ല, ആരും ഇങ്ങോട്ടും മേടിക്കൂല, ആർക്കും അങ്ങോട്ടും കൊടുക്കൂല. 10 ദിവസമായില്ലേ, എന്നാലും ഞാൻ കേസ് കൊടുത്ത് വക്കീലിലേക്ക് പ്രവർത്തി ചെയ്താണ്. ഒരു വേണ്ട ജോലി ചെയ്തോളൂ. അത് നല്ല ശിക്ഷ കിട്ടും വേണം. അതന്നെ, അതൊന്നും യാതൊരു ഇതില്ല. അതൊന്നും പുറത്തു പോകാനുള്ള പരിപാടി പാടില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടിട്ട് ഇങ്ങനെ നടക്കും നല്ല ഫോമിൽ. അവർക്കിപ്പോൾ പറഞ്ഞല്ല, ആരും കാണൂല്ല, ഒന്നും അറിയില്ല, എല്ലാം പരസ്യം ചെയ്യാം. വൈകിട്ടോടെ ഷിംജിത ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ദീപകിന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. ഷിംജിത അപകീർത്തികരമായ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ചാണ് ഷിംജിത ദീപകിന്റെ വീഡിയോ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് എവിടെയും പരാതിപ്പെട്ടിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജനുവരി 21-ന് വടകരയിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.